മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നബി തങ്ങളുടെ കണ്ണുകളെ കുറിച്ച് പറയാറുണ്ട്. ഏതൊരാളുടെയും സൗന്ദര്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം കണ്ണ് തന്നെയാണ്. സൗന്ദര്യം സംരക്ഷിക്കുക എന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതും ചില സന്ദർഭങ്ങളിൽ സുന്നത്താക്കിയിട്ടുള്ളതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുറുമയിട്ടിരുന്നു എന്നതുകൊണ്ട് തന്നെ സുറുമയിടുക എന്നത് സുന്നത്തായ ഒരു കർമ്മമാണ്. എല്ലാ ദിവസവും രാത്രിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികവും സുറുമയിടാറുണ്ടായിരുന്നത്. അതുകൊണ്ട് രാത്രി കിടക്കുന്ന സമയത്താണ് അതിന് ഏറ്റവും അനുയോജ്യമായ സമയം. പലതുകൊണ്ടും സുറുമയിടാം. അതിൻ്റെ ഒരു അടിസ്ഥാന ആശയം എന്ന് പറയുന്നത്, ഒന്ന്, കണ്ണിന് സൗന്ദര്യം വർദ്ധിക്കുക; രണ്ട്, കണ്ണിന് തിളക്കം വർദ്ധിക്കുക; മൂന്ന്, കണ്ണിൽ ചാടാൻ സാധ്യതയുള്ള പൊടികൾ, പടലങ്ങൾ, മണ്ണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ണിൽ നിന്ന് ഒഴുക്കിക്കളയുക. ഈ മൂന്ന് പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളാണ് സുറുമയിടുന്നതിനുള്ളത്. ഈ മൂന്ന് അടിസ്ഥാനങ്ങൾ സാധ്യമാകുന്ന ഏത് വസ്തുവിനെയും സുറുമയായി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എന്നുള്ള നിലയിൽ അത് ചെയ്യുകയാണെങ്കിൽ വളരെയധികം പുണ്യമുണ്ട്, കൂലിയുണ്ട്. രാത്രിയാണ് അതിന് ഏറ്റവും അനുയോജ്യമായ സമയം കിടക്കുന്നത്. സുറുമക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കനുസരിച്ചാണത്. ഒരിക്കലും കണ്ണിന്റെ വശങ്ങളിലേക്ക് കറുപ്പ് കളർ കയറുക എന്നത് സുറുമയുടെ അടിസ്ഥാന ലക്ഷ്യമല്ല. ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് അതിൽ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ ചില സുറുമകൾ, ചില കമ്പനികൾ, നമ്മൾ അങ്ങനെ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞാലും ഒന്നുകിൽ അത് മോശമാവും അല്ലെങ്കിൽ പരസ്യമാവും, രണ്ടും വേണ്ടെന്നുള്ളത്. അപ്പോൾ ചില കമ്പനി സുറുമകളിൽ അങ്ങനെ രണ്ട് സൈഡിലേക്ക് കറുപ്പ് കളർ കയറാറുണ്ട്. രണ്ട് സൈഡിലേക്ക് കറുപ്പ് കളർ കയറുക എന്നത് അതിൻ്റെ ഒരു ലക്ഷ്യത്തിൽപ്പെട്ടതല്ല. ഒന്ന്, കണ്ണിന് തിളക്കം ഉണ്ടായിരിക്കണം. രണ്ടാമത്, കണ്ണിൽ ചാടിയിട്ടുള്ള പൊടിപടലങ്ങളെ നീക്കം ചെയ്യണം, അതിനെ ഒഴുക്കിക്കളയണം. അപ്പോൾ ഇങ്ങനെയുള്ള ചില അടിസ്ഥാന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സുറുമയിടാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളതും സുന്നത്താക്കിയിട്ടുള്ളതും. അല്ലാതെ അരോചകമാകുന്ന തരത്തിൽ രണ്ട് സൈഡിലേക്കും കറുപ്പുണ്ടാക്കുക എന്നത് അതിന്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതല്ല. പിന്നെ സുറുമയിട്ടിട്ട് അങ്ങനെ രണ്ട് സൈഡിലേക്ക് ചെറിയൊരു കറുപ്പുണ്ടാകുന്നതിന് ഇസ്ലാമികപരമായി വിരോധമൊന്നുമില്ല എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിരുന്ന സുറുമ എന്ന് പറയുന്നത് അഞ്ജനമാണ്. അഞ്ജനം എന്ന് പറയുന്നത് ഒരു കറുത്ത കല്ലാണ്. ആ കല്ല് പൊടിച്ച് നെയ്സ് പൊടിയാക്കണം. ശീലപ്പൊടിയിലെയും താഴെയുള്ള നെയ്സ് പൊടിയാക്കിയതിനു ശേഷം ആ പൊടി കൊണ്ടാണ് ചെയ്തിരുന്നത്. അപ്പൊ അത് തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലതാണ്. അല്ലെങ്കിൽ ഈ ലക്ഷ്യം നേടാവുന്ന ഏത് വസ്തുവിനെയും അതിനുവേണ്ടി ഉപയോഗിക്കാം. പിന്നെ അഞ്ജനക്കല്ല് ധാരാളം മെഡിസിനൽ ഇഫക്റ്റ് ഉള്ളതാണ്. അത് തിബിന്റെ, വൈദ്യത്തിന്റെ ധാരാളം ഗ്രന്ഥങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വിശാലമായ ചർച്ചയും പഠനവും ഉണ്ട്. തിമിരം വരാതെയോ അല്ലെങ്കിൽ വരുന്നതിന്റെ സമയം വൈകിച്ചോ സൂക്ഷിക്കാൻ അഞ്ജനക്കല്ലിന് കഴിയും. കണ്ണിന് തിളക്കം വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും. കണ്ണിലുള്ള അലർജനുകളെ ഒഴിവാക്കാൻ ഈ അഞ്ജനക്കല്ലിന് കഴിയും. കണ്ണിന്റെ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കാൻ അഞ്ജനക്കല്ലിന് കഴിയും. ഇങ്ങനെ ഒരുപാട് മെഡിസിനൽ